എൻ്റെ പേര് സ്വാമിദാസാണ്. ഇപ്പോൾ ചൂരമലയുള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇന്നലെ രാത്രി ഉരുളുപൊട്ടിയതാണ്. ഇവിടെ സ്കൂൾ റോട്ടിലുള്ളത്. കുറേ വീടുകൾ പോയിരുന്നു. എൻ്റെ മകള് ഇവിടെ പഠിക്കുകയാണ്. അവിടെ വിവരമൊന്നും അറിയില്ല. എല്ലാ രസക്കാരും എവിടെ ഉണ്ടാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട്. അതൊന്ന് കഴിച്ചാക്കി വിടണം. എന്തായാലും മോളെ വീട് എവിടെയെങ്കിലും അറിയില്ല. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 6 പേരാണ് മിസ്സിങ് ആണ്. അതിൽ 3 പേര് കിട്ടി. അളിയനും അളിയൻ്റെ ഭാര്യ ഒരു 8 വയസ്സ് മോളെ കിട്ടിയിട്ടുള്ളൂ. പിന്നെ എൻ്റെ മോള് 9 വയസ്സാണ്. ഇനി അമ്മോസനും ഒരു 67 വയസ്സും, ഇനി അമ്മയമ്മ 55 വയസ്സും. ഇനി 3 പേര് കിട്ടാണ്ട്. ഞങ്ങൾ 3 ദിവസമായിട്ട് ഇങ്ങനെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇതുവരെ കിട്ടിയിട്ടില്ല. പിന്നെ ആംബുലൻസിനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും കിട്ടണില്ല. 9 വയസ്സ് മോളാണ്. അനന്തിക്കാണ് പേര്. ഒന്ന് വിവരം അറിയിക്കണം. എൻ്റെ മുഖം കണ്ടാൽ മതി. ഇത്തിരി പറയാനുള്ളൂ. 3 ദിവസമായിട്ട് ക്യാമ്പിൽ നിൽക്കുകയാണ്. ഉറക്കമില്ലാതെ മോളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മോളും 3 പേരെ കിട്ടാണ്ട് അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർബന്ധം കൊണ്ട് ഇവിടെ ചേർത്തിയതാണ്. ഇപ്പോൾ 2 മാസം ആയിട്ടുള്ളൂ. നല്ല പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ മുന്നേ തേടിയാണ്, ഒന്നും കിട്ടിയില്ല. ചാനൽക്കാരെ കിട്ടിയാലും ഒന്ന് അറിയിക്കണം. ഉറപ്പായിട്ടും മുഖം കണ്ടാൽ എനിക്ക് മതി, വേറെ ഒന്നും വേണ്ട. എന്തായാലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഏതു പേരൻസ് വരാൻ പാടില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെ നമ്മൾ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കാനാണ്? 3 ദിവസമായി സ്വന്തം മകളെ മോർച്ചറിയിലടക്കം അന്വേഷിച്ച് നടക്കുന്നൊരു അച്ഛൻ്റെ വേദന അതാണ് നമ്മൾ കണ്ടത്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് ഇവിടെയാണ്, വയനാടാണെന്ന് പറഞ്ഞിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നരകതുല്യമായിരിക്കുകയാണ്. പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവർ താമസിക്കുന്ന സ്ഥലമായിരുന്നു. കുഞ്ഞു സ്വപ്നങ്ങൾ കൂട്ടിവെച്ചുണ്ടാക്കിയ കൊച്ചു കുടിലുകളാണ് ഇങ്ങനെ മണ്ണ് കയറിയിരിക്കുന്നത്. ഏകദേശം 10,000-നടുത്ത ആളുകളാണ് ഇപ്പോൾ ക്യാമ്പുകളിൽ കഴിയുന്നത്.